ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് സദ്യയിലേക്കുള്ള കൂട്ടുകറിയാണ്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ ചേനയും പച്ചക്കായുമാണ്. അത് ഞാൻ ചതുര കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പരിപ്പാണ്. അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം വെന്തുടയാത്ത വിധം വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ ഞാനൊരു ശർക്കരയുടെ പകുതി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് പാനിൽ ഞാൻ ചേന കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ചേന ഒരു പകുതി വേവാകുമ്പോഴാണ് നമുക്ക് പച്ചക്കായ ഇട്ട് കൊടുക്കേണ്ടത്. കൂട്ടുകറിക്ക് പച്ചക്കറികൾ കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ചേന ഒരു പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചക്കായ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ചേനയും പച്ചക്കായൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ശർക്കര നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സാക്കിയെടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ടൊരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കാം. ഇപ്പോൾ ഇവിടെ തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ നല്ല ഡ്രൈ ആയിട്ടാണ് കൂട്ടുകറി ഉണ്ടാക്കിയിട്ടുള്ളത്. ലൂസോടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതൊന്ന് നല്ലതുപോലെ മിക്സാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കിനും ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.